അയ്യ വണക്കം. അമ്മ സംഘടനയാണോ അതോ ഇത് കോഴിക്കോടാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വാർത്തകളുമാണ് സമൂഹത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യം പിടിച്ചവന്മാരാണോടെ ഇവിടെ ഉള്ളതെന്ന്. ഇത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കാമ കൊടുവീരന്മാരെ ഈ ലോകത്തൊന്നും കണ്ടിട്ടില്ല എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം വേറൊരു ഇൻഡസ്ട്രിയിലും ഇത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യം പിടിച്ചവരില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് വായിച്ച് വേറെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. സ്ത്രീകളല്ല, പുരുഷന്മാർ. എടേ ഇങ്ങനെയൊക്കെ നടക്കൂ എന്നാണ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല പ്രമുഖ നടന്മാരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ് എന്നുള്ള കാര്യത്തിലും വലിയ തർക്കമൊന്നുമില്ല. ഇടവേള ബാബുവിനെതിരെ ആരോപണം വന്നു, മരിച്ചുപോയ മാമുക്കോയ്ക്കെതിരെ ആരോപണം വന്നു. എന്തിനു പറയുന്നു? നമ്മുടെ സുധീഷ് എന്ന് പറയുന്ന മണിച്ചിത്രത്താഴിലെ ആ കഥാപാത്രം അഭിനയിച്ച ആൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം വന്നു. റിയാസ് ഖാനെതിരെ ആരോപണം വന്നു, രഞ്ജിത്തിനെതിരെ ആരോപണം വന്നു. നടൻ സിദ്ദിഖിനെതിരെ ഇപ്പം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിദ്ദിഖിനെതിരെയുള്ള ആരോപണമൊക്കെ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ തൊലി ഉരിഞ്ഞു പോകും എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു കാമ പിശാച് ഈ ലോകത്തൊന്നുമില്ല എന്ന് നമുക്ക് സിദ്ദിഖിനെ കുറിച്ചുള്ള ആരോപണം കേട്ടാൽ തോന്നും. 21 വയസ്സായിരിക്കെ ഒരു യുവ നടിയെ അദ്ദേഹം പീഡിപ്പിച്ചു എന്നാണ് ആ യുവനടി വന്ന് പറഞ്ഞിരിക്കുന്നത്. അതും ഹീനമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. നേരത്തെയും ഈ യുവനടി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നാണ് പറയുന്നത്. കാരണം അന്ന് മാധ്യമങ്ങൾക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നും ഇല്ലല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടില്ലാത്തത് കൊണ്ട് ഈ നടിയുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സിനിമാ നടന്മാരും പിന്നെ നമ്മുടെ മാധ്യമങ്ങളും കണ്ടില്ല എന്നടിച്ചു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ എങ്ങനെയെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, വാർത്തകൾ വേണമല്ലോ എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഇതൊരു ഗുരുതര ആരോപണമായിട്ടെടുത്ത് നടിയുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. നല്ല കാര്യം തന്നെയാണ്. കാരണം ആ സമയത്തെ ചർച്ച ചെയ്യേണ്ടതായിരുന്നു. നിങ്ങൾ ഈ സമയത്ത് അതെടുത്തതിലുള്ള ഇരട്ടത്താപ്പാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിൻ്റെ ആസനത്തിൽ ആപ്പടിച്ച് കയറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം വയനാട് പുനരധിവാസം മുഴുവനായിട്ട് താറുമാറായിട്ട് കിടക്കുകയാണ്. ആ പുനരധിവാസം താറുമാറായിട്ട് കിടക്കുന്നത് വാർത്തകളിൽ വരാതിരിക്കാനും അതിൽ നിന്ന് വഴി തിരിച്ചു വിടാനും പോരാത്തതിന് നമ്മുടെ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഒരു അന്വേഷണം സൈഡിൽ കൂടെ നടക്കുന്നുണ്ടല്ലോ, അത് CPMൻ്റെ തലയിൽ തന്നെയാണ് 100% വരാൻ പോകുന്നത്. അതിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിടാനാണ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു ഭൂതത്തിനെ തുറന്നു വിട്ടത്. ആ ഒരു ഭൂതത്തിനെ തുറന്നു വിട്ടതിന് പിന്നാലെ ഇപ്പോൾ സർക്കാരിന് തന്നെ അത് തലവേദനയായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് സർക്കാരിൻ്റെ സിൽപ്പന്തികളാണ് മെയിനായിട്ടും കുടുങ്ങുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ സിൽപ്പന്തി എന്ന് പറയുമ്പം അതിനകത്ത് ഈ സംവിധായകനുണ്ട്. പോരാത്തതിന് അയാൾ നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ്. ഇതിനു മുമ്പുള്ളൊരു സംവിധായകനുണ്ട്, കമൽ എന്ന് പറഞ്ഞൊരു സംവിധായകൻ. ഈ കമൽ ഒരു നടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും അനങ്ങാപ്പാറ നയം സ്വീകരിച്ച സർക്കാരാണ്. ആ നടി തെളിവുമായിട്ട് രംഗത്തെത്തി. അന്ന് മാധ്യമങ്ങളൊന്നും വലിയ വാർത്തയൊന്നും ആക്കിയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഈ പശ്ചാത്തലത്തിൽ ആ നടി ഒന്നുകൂടെ ആരോപണം ഉന്നയിച്ചാൽ ചിലപ്പോൾ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തേക്കും. അങ്ങനെയാണ് മാധ്യമങ്ങളുടെ കാര്യം എന്ന് പറയുന്നത്. എല്ലാം കണക്ക് തന്നെയാണ്. അങ്ങനെ സിദ്ദിഖിനെതിരെയുള്ള ആരോപണം, ഈ നടി പറയുന്നത് സിദ്ദിഖിന് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടെന്നാണ് ഫേസ്ബുക്കിൽ. കള്ള ഞരമ്പ് കളവന്മാർക്ക് എല്ലാമാർക്കും ഓരോ ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. ഈ സിദ്ദിഖ് ഈ ഫേക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ കോണ്ടാക്ട് ചെയ്തു. തനിക്ക് 21 വയസ്സുള്ളപ്പോഴാണ്, അതായത് തൻ്റെ +2 കഴിഞ്ഞ് നിൽക്കുന്ന പ്രായം എന്നാണ് പറയുന്നത്. പിന്നീട് നടി പറയുന്നു +2 കഴിഞ്ഞ് മോഡലിങ്ങിലേക്കൊക്കെ ചുവട് വയ്ക്കുന്ന ആ സമയം 21 വയസ്സിൽ ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു. അദ്ദേഹം പല നടിമാരെയും അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്യുന്ന ആങ്കർമാരെയും വീഴ്ത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേക്ക് അക്കൗണ്ടാണ് ഇത് എന്ന് നടി പറയുന്നു. ഈ ഫേക്ക് അക്കൗണ്ട് വഴി കോണ്ടാക്ട് ചെയ്ത ശേഷം അദ്ദേഹം വിളിപ്പിക്കുന്നു. എന്നിട്ട് നിള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ കാണാനായിട്ട് വരുന്നു. മോളെ എന്നാണ് വിളിച്ച് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞരമ്പന്മാരെല്ലാം സ്ത്രീകളെ മോളേ എന്നാണ് വിളിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ തിലകൻ്റെ മകൾക്കൊരു അനുഭവം ഉണ്ടായല്ലോ, അവിടെയും മോളേ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു അവ അസഭ്യം പറഞ്ഞു തുടങ്ങിയതെന്നാണ് തിലകൻ്റെ മകൾ സോണി തിലകൻ പറയുന്നത്. പിന്നെ സിദ്ദിഖ് അങ്ങനെ മോളേ എന്ന് വിളിച്ച് സംസാരിച്ച ശേഷം സിനിമയുടെ ഡിസ്കഷൻ ആണെന്ന് പറഞ്ഞ് ഇല്ല
ഇല്ലാത്തൊരു സിനിമയ്ക്കായി സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിൽ ഈ യുവതിയെ വിളിച്ചു വരുത്തിയെന്നും അതിനുശേഷം യുവതിയെ മസ്കറ്റ് ഹോട്ടലിലെ മുറിയിലിട്ട് ഹീനമായി ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നുമാണ് യുവതി പറയുന്നത്. സിദ്ദിഖ് തൻ്റെ മുന്നിലിരുന്ന് സ്വയംഭോഗം ചെയ്തു എന്നുവരെ ഈ യുവതി പറയുന്നുണ്ട്. അത് വളരെ ഇടറിയ കണ്ഠത്തോടെ കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ എൻകൗണ്ടർ ചർച്ചയിലാണ്, ഹാഷ്മി താജ് ഇബ്രാഹിം ഇരിക്കുന്ന ചർച്ചയിലാണ് ഈ യുവതി വെളിപ്പെടുത്തിയത്. പോരാത്തതിന് സിദ്ദിഖിൻ്റെ ഹീനമായിട്ടുള്ള സംസാരം, അതായത് എനിക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ കിട്ടിയില്ലെങ്കിലും സാരമില്ല, അറ്റ്ലീസ്റ്റ് അലോ മീ ടു ലിക്ക് എന്നാണ് സിദ്ദിഖ് പറഞ്ഞത് എന്ന് പച്ചയായിട്ട് ഈ യുവതി വിളിച്ച് പറയുന്നുണ്ട്. സിദ്ദിഖിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. സംഭവം അറിഞ്ഞതിൽ പിന്നെ സിദ്ദിഖ് ഉടനെ തന്നെ രാജിവെച്ചു. രഞ്ജിത്തിനെ പോലെ കടിച്ചു തൂങ്ങാനൊന്നും നിന്നില്ല. പിന്നെ സിദ്ദിഖിനെ സംരക്ഷിക്കാൻ മന്ത്രിമാരൊന്നും ഇല്ലല്ലോ. ആകപ്പാടെ ഉള്ളത് സിദ്ദിഖിൻ്റെ ഒരു സഹോദരനെ പോലെ സിദ്ദിഖിൻ്റെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന, അവരൊരുമിച്ചൊക്കെ അഭിനയിച്ചിട്ടുള്ള മുകേഷാണ്. മുകേഷ് പിന്നെ ഈ കാര്യത്തിൽ ഇടപെടില്ല. മുകേഷ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് മുകേഷ് അങ്ങ് പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി മുകേഷിനെതിരെയും കുറേ ആരോപണങ്ങൾ ക്യൂവിൽ നിൽപ്പുണ്ട്. അതൊക്കെ എപ്പോഴാണ് ഊരി അടിക്കാൻ പോണത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അത് കഴിഞ്ഞ് സിദ്ദിഖ് എന്ത് ചെയ്തു? സിദ്ദിഖ് ഈ യുവതിയെ അവിടെ ഹീനമായി പീഡിപ്പിച്ചു. കൊലപ്പെടുമോ എന്ന് പോലും ആ യുവതി വിചാരിച്ചു. അതിനുശേഷം ഈ യുവനടി എന്ത് ചെയ്തു? അതിനുശേഷം ഈ യുവനടി സിദ്ദിഖിൻ്റെ സെറ്റിൽ പോകാതെയായി. പിന്നീട് സിദ്ദിഖ് ഇവരുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ സിദ്ദിഖ് അതിൽ പോലും സെക്ഷൽ അബ്യൂസ് കലർത്തി ഇവരെ സംസാരിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വൈരുദ്ധ്യമായിട്ടുള്ള ആഹാരങ്ങളാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ആ യുവതിയുടെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ കുഴച്ചടിക്കുകയായിരുന്നു എന്നാണ് ഈ യുവതി പറയുന്നത്. ഇതാണ് സിദ്ദിഖിനെ കുറിച്ചുള്ള സ്റ്റോറി എന്ന് പറയുന്നത്. കേട്ടാൽ തന്നെ അറിയാം ഇത്രയ്ക്ക് ഹീനമായിട്ടുള്ളൊരു ഒരു ഇൻഡസ്ട്രിയിൽ ഇത് നടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അടുത്തൊരു കാര്യം, റിയാസ് ഖാൻ എന്ന് പറഞ്ഞ നടൻ ഒരു ദിവസം രാത്രി ഈ യുവതിയെ വിളിച്ചു. യുവതി പറയുന്നത് അടിച്ചു കയറി വാ എന്ന് പറഞ്ഞ ഒരു റീലുണ്ടല്ലോ, ആ റീലിൽ പറയുന്ന ആ അടിച്ചു കയറി വാ എന്ന് പറയുന്ന നടൻ, അങ്ങനെയാണ് പറയുന്നത്, അത് റിയാസ് ഖാനാണ്. റിയാസ് ഖാൻ എന്ന് പറയുന്ന നടൻ ഒരു ദിവസം രാത്രി യുവതിയെ വിളിച്ചിട്ട് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും അതിനുശേഷം താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ അന്തം വിട്ടിരിക്കുകയാണ്. എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ച് അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല, കൂട്ടുകാരികളെ വല്ല ഒപ്പിച്ചേരൂ എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാണ് ഈ യുവതി പറയുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. സിദ്ദിഖിനെതിരെ ഇത്രയും വലിയൊരു ആരോപണം വന്നപ്പോഴേക്കും സിദ്ദിഖ് രാജിവെച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇന്ന് രാവിലത്തോടുകൂടി പുറത്തു വരുന്നത്. സിദ്ദിഖ് രാജിവെച്ചു, രഞ്ജിത്ത് രാജിവെച്ചിട്ടില്ല. രഞ്ജിത്ത് വയനാട്ടിലുള്ള റിസോർട്ടിൽ ചെയർമാൻ എന്ന് പറയുന്ന ആ പ്ലേറ്റൊക്കെ ഇളക്കി മാറ്റി അവിടെ പോയി ഇരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്തായിരുന്നാലും മന്ത്രി സജി ചെറിയാൻ്റെ കാര്യമാണ് കഷ്ടം. മന്ത്രിയാണല്ലോ, സിനിമാ മന്ത്രി എന്ന് പറയുന്നത്. മന്ത്രി സജി ചെറിയാൻ രാവിലെ ഒരു ഡയലോഗ് അടിക്കും, ഉച്ചയ്ക്ക് തിരുത്തി പറയും. കുന്തോം കുറച്ചക്രമെന്ന് രാവിലെ പറയും, ഉച്ചയ്ക്ക് പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഡിജിറ്റൽ യുഗമാണല്ലോ, നമ്മുടെ കയ്യിലെല്ലാം തെളിവുകളുണ്ടല്ലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. രാവിലെ മന്ത്രി പറഞ്ഞത് ഇത് വെറും ആരോപണമല്ലേ, നടി പരാതിയുമായിട്ട് വരട്ടെ, പരാതിയുമായിട്ട് നടി വന്നാൽ നടിയുടെ പരാതിയിൽ നടപടി ഉടനടി എന്നാണ് നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞത്. അതിനുശേഷം വലിയ വിവാദമായപ്പോൾ സജി ചെറിയാൻ അതിനുശേഷം പറഞ്ഞത് പരാതിയൊന്നും വേണ്ട, നമ്മൾ ഉടനെ നടപടിയെടുക്കും എന്നാണ് സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സിദ്ദിഖിനെതിരെ വന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ആ നടി എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ +2 കഴിഞ്ഞ് സ്കൂൾ ടൈമിൽ എന്താണ് വെക്കേഷന് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നൊരു അപ്രോച്ച് ആദ്യമായിട്ട് കോൺടാക്ട് ഡയറക്റ്റായിട്ട് സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നത്. ഇയാൾ അതിന് യൂസ് ചെയ്യുന്നൊരു അക്കൗണ്ട് തന്നെ ഉണ്ട്. പേക്കായിട്ട് തോന്നും, പക്ഷേ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. വേറെ പലർക്കും അയാൾ ആ അക്കൗണ്ട് യൂസ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾക്കടക്കം അവർ പേഴ്സണലി പറഞ്ഞതാണ്, പബ്ലിക്കായിട്ട് അവർ വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ നില തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ. അപ്പം അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിൻ്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് 20-21 വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിൻ്റെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരിടത്തും നമ്മൾ ബാക്ക് ഓഫ് ദ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷൻ്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണലായിട്ടൊരു അപ്രോച്ചായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് സംഭവം എന്ന് പറഞ്ഞത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു മൂവി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ട് ആയതിന് ശേഷമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ്. അപ്പം
അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അയാൾ ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. അദ്ദേഹത്തിൻ്റെ സർട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലീക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇതെങ്ങനെയാണ് കൊള്ളുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവർ മുഖം എന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആയിട്ടുള്ളൊരു മുഖമാണ് അയാൾക്കുള്ളത്. അയാൾ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ 1 ക്രിമിനലാണ്. ഹി ഷുഡ് ആസ്ക് ടു ഹിംസെൽഫ്. ഐ ഹോപ്പ് ദാറ്റ് അയാളുടെ വീട്ടിൽ എന്താണ് മിറർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു നല്ല കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. കാര്യം സ്വന്തമായിട്ട് ഉറപ്പാണ് ഇങ്ങനെയുള്ള ആളുകൾ ഡെയിലി സ്വന്തമായിട്ട് അവരുടെ സെൽഫിനോട് പോലും കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രത്തോളം വേദന തന്ന് ഞാനതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് എൻ്റെ സ്വപ്നം, ആ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട സമയം, ധാരാളം തരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസ്, അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസും തന്നിട്ടില്ല. ബീറ്റ് എനി വൺ, ബീറ്റ് എനി സിസ്റ്റം, ബീറ്റ് എനിത്തിങ്. എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നത്, ഈ ലോകത്ത് തന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത്, ഒന്ന് എനിക്ക് വേണ്ടി ഞാൻ, രണ്ടാമത് എൻ്റെ അമ്മ, മൂന്നാമത് എൻ്റെ അച്ഛൻ. ഈ 3 വ്യക്തികളല്ലാണ്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.